അപ്പോൾ നമ്മുടെ കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലാണ് കോട്ട് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ കിട്ടും. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു കോട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഡാർട്സുകളൊക്കെ തയ്ച്ചെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് വരുന്നില്ലേ, ആ ഒരു മാർക്കിൽ കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചോക്ക് കൊണ്ട് ഒരിക്കൽ കൂടി ഒരു മാർക്കിംഗ് ഇതുപോലെ കൊടുക്കുക. കണ്ടോ? ഇതുപോലെ കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ പിടിച്ച് രണ്ടാമത്തെ പീസിൻ്റെ ഉൾവശത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ? കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ചോക്ക് മാർക്ക് രണ്ടാമത്തെ സൈഡിലും കിട്ടും. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഭാഗത്തും നമുക്ക് നല്ല ഷേപ്പിൽ, കറക്റ്റ് ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു മാർക്കിൽ കൂടി തയ്ച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് പോക്കറ്റിൻ്റെ ആ ഒരു മാർക്കും നമുക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓരോ മാർഗങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരിക്കലും മാറിപ്പോവില്ല. രണ്ട് സൈഡിലെ പോക്കറ്റിൻ്റെ ഇറക്കത്തിലൊന്നും വ്യത്യാസം വരാത്ത രീതിയിൽ കറക്റ്റ് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡാർട്സിൻ്റെ മാർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡാർട്സുകളൊന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡാർട്സ് തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഡാർട്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അത് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്ന പോക്കറ്റ് തുടങ്ങുന്ന സൈഡില്ലേ, ആ ഒരു എൻഡ് വരെ മാത്രം കറക്റ്റ് തയ്ച്ചു കൊടുക്കുക. അതിനേക്കാൾ താഴോട്ടേക്ക് തയ്ച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ പോക്കറ്റ് തയ്ക്കുന്ന സമയത്ത് നമുക്കത് വൃത്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിലും ഡാർട്സുകൾ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പോക്കറ്റിന് വേണ്ടി നമ്മൾ രണ്ട് സൈഡ് ബോൺ പോക്കറ്റാണ് തയ്ക്കുന്നത്. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയുള്ള പീസ് ക്യാൻവാസ് നമ്മൾ 4 പീസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നത് നമ്മൾ കാണിച്ചു വരുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ പോക്കറ്റ് തയ്ക്കുന്നത് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ 2-3 വീഡിയോക്ക് മുന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ എങ്ങനെയാണ് പോക്കറ്റ് തയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തുള്ള പോക്കറ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്, നമ്മളിവിടെ ഈ ഒരു പീസിലെ ഫ്രണ്ട് പാർട്ടിലുള്ള പീസ്, ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ? നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിരുന്നത്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും നമ്മൾ ആ ഒരു ഷേപ്പിൽ എങ്ങനെയാണോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് പീസ് കിട്ടണം കേട്ടോ. അതൊക്കെ കറക്റ്റ് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടില്ല. നമ്മളിവിടെ നിന്ന് ബോട്ടം ഭാഗത്തേക്ക് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ പീസ് തയ്ച്ചു കേട്ടോ, ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ തയ്ക്കണം. ഷോൾഡർ തയ്ക്കാൻ വേണ്ടി നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശത്തിനെ ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു തയ്ച്ച പീസിലെ ഈ ഒരു ജോയിന്റ് പീസിനെ അതിനെ നമ്മളൊന്ന് മറിച്ചിടണം കേട്ടോ. ഉൾവശത്തേക്ക് ഇതുപോലെ വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡറിന്റെ ഭാഗം നമുക്കത് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഷോൾഡർ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ തയ്യൽ തുമ്പ് വെച്ച് കറക്റ്റ് നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ, ഈ ഒരു പീസ് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. കാരണം നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത പീസാണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കും. നമുക്ക് അതിനനുസരിച്ച് കണ്ടോ ഈ ഒരു പീസിനെ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വന്ന് കിട്ടും കണ്ടോ, കറക്റ്റ് കിട്ടുന്നുണ്ടോ. നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് എപ്പോഴും ഒരു 2 സ്റ്റിച്ച് കൊടുക്കണം. ഷോൾഡറിന്റെ ഭാഗമാണ്, എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കാം. ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിന് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിഗാളിന്റെ ഭാഗം നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പീസിനെ ഇവിടെ വെച്ച് തയ്ച്ചെടുക്കുക. പ്രഷർ ബോട്ടിൻ്റെ വീതിയിൽ നമ്മൾ കറക്റ്റ് തയ്ച്ചെടുത്താൽ മതി കേട്ടോ.
ഇതുപോലെ നല്ല വശം മുകളിൽ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ജോയിന്റ് പീസില്ലേ, ഷോൾഡറിന്റെ ആ ഒരു പീസ് ബാക്ക് പീസിലേക്ക് പതിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഷോൾഡറിന്റെ ആ ഒരു ഭാഗം തയ്ക്കുന്ന സമയത്ത് അല്പം ഈ ഒരു പീസ് മുകളിലത്തെ പീസ് ലൂസ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പുള്ള സ്ഥലത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിൽ അല്പം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിന്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. കണ്ടോ, ആ ഒരു ക്രോസ് പീസിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരിക. ഇതുപോലെ കണ്ടോ, ആ ഒരു ക്രോസ് പീസിന്റെ സൈഡിൽ കൂടി കണ്ടോ ഇതുപോലെ പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കി കൊടുത്ത് നേരെ ഉള്ളിലേക്ക് കണ്ടോ, ഇതിന്റെ രണ്ടാമത്തെ സൈഡിലെ നേരെ പകുതിയായി ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ മടക്കി മടക്കി തയ്ച്ചു കൊടുക്കണം. നമ്മളത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ റൗണ്ടിൽ കണ്ടോ ആ ഒരു ഭാഗത്തുനിന്നും ചുളുക്കൊന്നും വരാതെ രീതിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം. ഇനി നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് വശത്തെ ഒന്ന് കൂട്ടി തയ്ക്കണം. കണ്ടോ, ഇവിടെ ആം ഹോളിന്റെ ഭാഗം കറക്റ്റ് പിടിക്കുക. കണ്ടോ, ഇതുപോലെ പിടിച്ച് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു മാർക്കില്ലേ, സൈഡ് മാർക്ക്, ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കണ്ടോ, ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൂടി കൊടുത്താൽ മതി. കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ സൈഡിലും കണ്ടോ നമുക്ക് ആ ഒരു ചോക്ക് മാർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഓവർലോക്കൊക്കെ ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമ്മളിവിടെ കോളറിന്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു നെക്ക് കേട്ടോ, നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത ഭാഗം ഉണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിങ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് വെക്കണം. നമ്മൾ അതൊക്കെ കട്ടിങ്ങിൽ കാണിച്ചു വന്നിട്ടുണ്ട്, ഈ ഒരു നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക. ഇവിടെ സ്റ്റിച്ചിങ് തുടങ്ങി ഈ ഒരു കോണ് വരുന്നില്ലേ, ആ ഒരു ക്യാൻവാസിന്റെ പോയിന്റ് വരുന്നതിനേക്കാൾ ഒരു സ്റ്റിച്ച് മുന്നേ സ്റ്റിച്ചിങ് നിർത്തി ഇതുപോലെ ഒരു നൂലെടുക്കുക. അതിനുശേഷം ഈ ഒരു രണ്ട് പീസിൻ്റെയും ഇടയിൽ കൂടി കറക്റ്റ് വെച്ച് കൊടുത്ത് ഒരു സ്റ്റിച്ച് ഇവിടെ കുത്തുക. ഈ ഒരു കുത്തുന്ന സമയത്താണ്, സ്റ്റിച്ച് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കോണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് നമ്മുടെ ആ ഒരു ക്യാൻവാസ് വന്നിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള പീസ് ചുരുക്കൊന്നും വരാതെ രീതി നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോളറിൻ്റെ ഭാഗം തയ്ച്ചു. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് തുണി നല്ലവണ്ണം ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മുടെ നെക്ക് ഫിറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്റർ ഭാഗം പിടിച്ച് ഇവിടെ ഈ ഒരു പീസിലൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ, ചെറിയൊരു മാർക്കിംഗ് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കേട്ടോ, നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഇഞ്ച് വെച്ച് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിംഗ് ഇല്ലേ, ആ ഒരു മാർക്കിലാണ് നമുക്ക് എൻഡ് വരിക. അതായത് നെക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് വ്യത്യാസമുണ്ട് കണ്ടോ, അതായത് നമ്മുടെ തുണി കുറവാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അല്പം കൂടി ഒന്ന് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് താഴ്ത്തി നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നു. ഇതുപോലെ കട്ട് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ഒരിക്കലും ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ബാക്ക് പാർട്ടിൽ കുഴിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. ബാക്ക് പാർട്ട് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് വരണം. എന്നാൽ നമുക്ക് സൈഡ് വശത്തേക്ക് കുറച്ച് കൂട്ടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമുക്കിവിടെ 1 ഇഞ്ച് നമുക്ക് പുറത്തേക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരണ്ടേ, അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അളവ് വെച്ച് കറക്റ്റ് ഇതുപോലെ 2 ഭാഗവും കറക്റ്റ് പിടിച്ചിട്ട് ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേപോലെ 2 ഭാഗത്തും നമ്മൾ മാർക്കിംഗ് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഒന്ന് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കണം. അതായത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് നിർത്തി ഇവിടെ നിന്ന് മുകളിലോട്ട് ആ ഒരു മാർക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെയുള്ള എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ഒരു കോണ് വരുന്ന ഭാഗമില്ല, അവിടെ നമ്മളൊരു ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ. കട്ടിങ് കൊടുത്ത് ഈ ഒരു പീസിനെ മറിച്ചിടുക കേട്ടോ. ഈ ഒരു കോണിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് മടക്കി പിടിച്ച് ഇതുപോലെ ചെയ്താൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഈ ഒരു കോണിൻ്റെ രീതിയിൽ കിട്ടും. ഇവിടെയാണ് നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് നെക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 പീസില്ലേ, ആ 2 പീസ് നമുക്കൊന്ന് തെന്നിമാറിപ്പോകും. നമ്മൾ നെക്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണെങ്കിൽ തെന്നിമാറിപ്പോകും. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ ആ ഒരു കോണിൻ്റെ രീതിയിൽ തയ്ച്ചു കേട്ടോ, ഈ ഒരു ഷേപ്പിൽ തയ്ച്ചു. നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് ഇതേ രീതിയിൽ ഇതുപോലെ മറിച്ചിട്ട് വെച്ച് നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തയ്ക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് ഈ ഒരു പീസിനെ നഖം വലിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത് ഈ ഒരു ഇവിടെ നിന്ന് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. ആ ഒരു ജോയിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ ഉള്ളിലേക്ക് കറക്റ്റ് പതിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗം കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു ഷേപ്പ് തുടങ്ങുന്നുണ്ട്. ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ കറക്റ്റ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സൈഡിൽ കൂടി ഫ്രണ്ട് ഭാഗം നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് തയ്ച്ചത്, മുകളിൽ നമ്മളൊരു സൈഡിൽ കൂടി തയ്ച്ചാൽ മതി. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്കിവിടെ മുകളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ ബോട്ടം ഭാഗത്തേക്ക് പ്രഷർ വുഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തും. ഇനി നമ്മുടെ ഈ ഒരു നെക്കിനെ നമ്മളൊന്ന് മറിച്ചിടുക കണ്ടോ. ഇതുപോലെ നൂല് വലിച്ച് ഒന്ന് ആ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നെക്ക് നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ. നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിനെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്ത് ഈ ഒരു കോണ് വശം കണ്ടോ, ആ ഒരു കട്ടിങ് വന്നിട്ടില്ല, ആ ഒരു കോണ് വശത്തിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം കണ്ടോ. ഇതുപോലെ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഇവിടെ ബാക്ക് ഭാഗം, നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗമില്ലേ, ആ ഒരു സെൻറ്റർ ഭാഗവും അതുപോലെ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് കിട്ടണം. നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഈ ഒരു കട്ടിങ്ങിനും കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടി കണ്ടോ. ആ ഒരു നെക്കൊക്കെ കറക്റ്റ് കട്ടിങ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വ്യത്യാസവും വരാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് കൊടുക്കണം കണ്ടോ. ഇതുപോലെ നല്ലവണ്ണം നഖം വലിച്ച് കൊടുത്ത് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പിനെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഈ ഒരു തയ്യൽ തുമ്പിനെ ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് കവർ ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുക കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കണ്ടോ. ഇവിടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കോളറിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഒരു പോയിൻ്റ് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കൂടുതൽ വീതി ആവശ്യമില്ല. ഒരു പോയിൻ്റ് വീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുത്തതിന് ശേഷം
ഇവിടെ നിന്ന് നെക്ക്, നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടുള്ള പീസ്, നമ്മുടെ നെക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള തയ്യൽ തുമ്പ് കറക്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. നമ്മുടെ കോളറിൻ്റെ അളവും അതുപോലത്തെ നമ്മുടെ ഉള്ളിലുള്ള ലൈനിങ് പീസ്, അതായത് നെക്കിൻ്റെ ഉൾവശമുള്ള പീസിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് യാതൊരു വ്യത്യാസമില്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കിവിടെ ബോട്ടം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ മടക്കി മടക്കി തയ്ക്കുക. ഇനി നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ കണ്ടോ, ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്തേക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ്ങിലാണ് നമുക്ക് കോട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബട്ടൺസിൻ്റെ മാർക്കിംഗ് ഒക്കെ കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.